ഹായ് ഫ്രണ്ട്സ്, ഇത് വിനായകയുടെ ഹോം ടൂറാണ് കേട്ടോ. ഞാൻ എൻ്റെ വീടൊന്ന് പരിചയപ്പെടുത്തി തരാം. ഇതൊരു 4 കെട്ട് വീടാണ്. ഞാൻ ഓവറോൾ വീടിൻ്റെ ഒരു വ്യൂ കാണിച്ചു തരാം. ഇത് കാർ പോർച്ച്. ഈ മുകളിൽ ഉയർത്തി കെട്ടിയിരിക്കുന്നതാണ് കൂത്തമ്പലം. ഇത് ഞങ്ങളുടെ തുളസിത്തറ. കൃഷ്ണ തുളസി നട്ടു വെച്ചിട്ടുണ്ട്. തുളസിത്തറ ഒരു പുരാതന മോഡലിലുള്ള വീടാണ്. ഇത് സ്റ്റെപ്പിൻ്റെ 2 മുറി സോപാനം. ഇതൊക്കെ അടിത്തറ ക്ഷേത്രത്തിലൊക്കെ കെട്ടും പോലെയാണ് പണിതിരിക്കുന്നത്. ഇത് മുറ്റം. ഇതൊരു പടിപ്പുര. പടിപ്പുരയുടെ ലൈറ്റ് കണ്ടോ? മയിലുകൾ നൃത്തം ചവിട്ടിക്കേട് വരുത്തി കൊളാക്കിയിട്ടുണ്ട്. ഇത് മെയിൻ ഗേറ്റ്. മതിൽ. ഇത് ഒരു കരിമ്പൂച്ച വന്നിട്ട് വെറുതെ ശബ്ദം ഉണ്ടാക്കി. എവിടുന്നോ വന്നൊരു പൂച്ചയാണ്. ഇനി നടന്നു പോയി. ഇത് ഞങ്ങളുടെ തൊടി. ഇതൊക്കെ മതിലുകൾ കണ്ടോ? പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന 2024 ഭാരതപ്പുഴ മറഞ്ഞൊഴുകി എല്ലാം അതിൻ്റെ കൂടെ ഒലിച്ചു പോയി. എന്നിട്ട് കല്ലെല്ലാം അവിടെ എടുത്തു വെച്ചതാണ്. ഇവിടെ ഉണ്ടായ നട്ടുപിടിപ്പിച്ച ചെടികളെല്ലാം വെള്ളത്തിൽ പോയി. നടന്നു വന്ന ഇതൊക്കെ ഞാൻ നട്ടുവെച്ച ചെടികളാണ്. അടുക്കള കിണർ. ഞങ്ങൾക്ക് ഭാരതപ്പുഴ കാണിച്ചു തരാം. നിളാനദി. എൻ്റെ വഴുതനച്ചെടി അതെ വാടി നിൽക്കും. ഭാരതപ്പുഴ കാണുന്ന കേട്ടോ. കർക്കിടക മാസമായിട്ടും ഭാരതപ്പുഴയിൽ വെള്ളമില്ല. ഇവിടെ പോത്തിന് കെട്ടിയിട്ടുണ്ട്. അവിടെ പോത്തുണ്ട്. വെള്ളം നിറഞ്ഞാൽ ഈ വഴി ഇതിൻ്റെ മുകളിൽ കൂടെ വെള്ളം വരും. ഇത്ര അടിച്ചു കയറും ഭാരതപ്പുഴ. ഇവിടെ വാഴകളൊക്കെ ഉണ്ട്. ചെറിയ ഇവിടെ ഞങ്ങൾ താമസമാക്കിയിട്ട് കുറച്ച് കാലമായിട്ടില്ല, 3 കൊല്ലം. ചെടികളെല്ലാം വെച്ച് പിടിപ്പിക്കുന്നേ ഉള്ളൂ. ഈ ആഫ്രിക്കൻ ഒച്ചുകൾ ഇവിടെ നിറച്ചുണ്ട് കണ്ടോ. ഞങ്ങൾ ഉപ്പിട്ട് കൊന്നു വെച്ചെടുക്കുക. ഇത് ഞങ്ങളുടെ മുരിങ്ങ മരം. ഇതാണ് വടക്ക് വശം, വീടിൻ്റെ വടക്ക് പുറം. ഇവിടെ എല്ലാം പിന്നെ നിറച്ച് വാഴകൾ. ഇതാണ് ഗൈസ് പടിഞ്ഞാറ് ഭാഗം. പടിഞ്ഞാറ് വരാന്ത. മോൾ ഭാഗം പടിഞ്ഞാറ് മുകളിലത്തെ ബാൽക്കണി വരാന്ത എന്ന് പറയാം. ഇത് മുകളിലത്തെ ബെഡ്റൂമിൻ്റെ ബാൽക്കണി. തൊട്ടപ്പുറത്ത് ഫ്ലാറ്റ്സുകളാണ്. പട്ടാമ്പി ടൗണിൻ്റെ അടുത്താണ്. പട്ടാമ്പി പാലത്തിൻ്റെ ഇപ്പുറം. ഭാരതപ്പുഴ